ആദ്യത്തേത് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മറ്റ് പേരുകളാണ് ടൈം ഡെപ്പോസിറ്റ് ആൻഡ് ടേം ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഒരു നിശ്ചിത കാലത്തേക്കാണ്. അതുകൊണ്ടാണ് ഇതിനെ ടൈം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. മിനിമം പീരീഡ് ഫോർ എ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് 7 days. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മിനിമം പീരീഡ് എന്ന് പറയുന്നത് 7 days ആണ്. മാക്സിമം പീരീഡ് 10 years ആണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം പീരീഡ് ഫോർ എ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് 7 days ആൻഡ് മാക്സിമം പീരീഡ് ഫോർ എ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് 10 years. Fixed deposit receipt or FDR is not negotiable or not transferable. FDR എന്ന് പറയുന്നത് മോർ റിലയബിൾ അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ഇറ്റ് ഈസ് നോട്ട് ട്രാൻസ്ഫറബിൾ ഓർ നോട്ട് നെഗോഷ്യബിൾ. നോട്ട് നെഗോഷ്യബിൾ എന്ന വാക്കാണ് കൂടുതൽ ആപ്റ്റ് ആവുന്നത്. FDR ഈസ് നോട്ട് നെഗോഷ്യബിൾ. ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീറ്റ് അല്ലെങ്കിൽ FDR ലോൺ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൊളാട്രൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ലീൻ സെക്യൂരിറ്റി ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ പുറത്ത് നമുക്ക് ലോൺ എടുക്കാം. ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീറ്റ് അല്ലെങ്കിൽ FDR ഏതെങ്കിലും കേസിൽ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ബാങ്ക് ഡ്യൂപ്ലിക്കേറ്റ് FDR ഇഷ്യൂ ചെയ്യും. അത് ഒരു ഇൻഡെംനിറ്റി ബോണ്ടിന് അഗെയിൻസ്റ്റ് ആണ്. അതായത് കസ്റ്റമർ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ കസ്റ്റമർ നികത്തിക്കൊള്ളാം എന്ന് എഗ്രി ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻഡെംനിറ്റി ബോണ്ട് കൊടുക്കുകയാണെങ്കിൽ FDR നഷ്ടപ്പെടുന്ന കേസിൽ ബാങ്ക് ഡ്യൂപ്ലിക്കേറ്റ് FDR ഇഷ്യൂ ചെയ്യും. കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപേ ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രീമെച്യൂർ ക്ലോഷർ എന്നാണ് പറയുന്നത്. കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപേ ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രീമെച്യൂർ ക്ലോഷർ എന്നാണ് പറയുന്നത്. ഇനി കാലാവധി പൂർത്തിയായ ഒരു ടേം ഡെപ്പോസിറ്റ് എന്ത് തരം ഡെപ്പോസിറ്റാണെന്ന് ചോദിച്ചാൽ അതൊരു ഡിമാൻഡ് ഡെപ്പോസിറ്റാണ്. അതായത് പിന്നെ അതൊരു ഡിമാൻഡ് ലയബിലിറ്റിയാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു ടൈം ഡെപ്പോസിറ്റാണ് അല്ലെങ്കിൽ ഒരു ടൈം ലയബിലിറ്റിയാണ്. ഒരു ഫിക്സഡ് പീരീഡിന് ശേഷം മാത്രമേ അത് പേ ചെയ്യേണ്ടതുള്ളൂ. എന്നാൽ മെച്യൂർഡ് ആയ ഫിക്സഡ് ഡെപ്പോസിറ്റ് എപ്പോൾ ചോദിച്ചാലും പേ ചെയ്യണം. അതുകൊണ്ട് അതൊരു ഡിമാൻഡ് ഡെപ്പോസിറ്റാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് റേറ്റ് മറ്റ് ഡെപ്പോസിറ്റുകളെ അപേക്ഷിച്ച് കൂടുതലാണ്. കാലാവധി പൂർത്തിയായിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് എങ്കിൽ കാലാവധി കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളിലെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ആ ബാങ്കിലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും കമ്പയർ ചെയ്ത് ഏതാണോ കുറവ് ആ ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും കാലാവധി കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളിലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ആർ ഓൾസോ കോൾഡ് ടൈം ഡെപ്പോസിറ്റ്സ് ആൻഡ് ടേം ഡെപ്പോസിറ്റ്സ്. മിനിമം പീരീഡ് ഫോർ എ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് 7 days ആൻഡ് മാക്സിമം പീരീഡ് ഈസ് 10 years. ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീറ്റ് എന്ന് പറയുന്നത് നോട്ട് ട്രാൻസ്ഫറബിൾ ആണ്, മോസ്റ്റ് റിലയബിൾ ആൻഡ് വാല്യുബിൾ ആണ്. മച്യൂർഡ് ആയിട്ടുള്ള ടേം ഡെപ്പോസിറ്റ് ഒരു ഡിമാൻഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ലയബിലിറ്റിയാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിന് ചെക്ക് ഫെസിലിറ്റി അവൈലബിൾ അല്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. അടുത്തത് സേവിങ്സ് ഡെപ്പോസിറ്റ്. സേവിങ്സ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. മിനിമം ഏജ് റിക്വയർഡ് ടു ഓപ്പൺ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇൻ എ ബാങ്ക് ഈസ് 10 years. സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള മിനിമം ഏജ് എന്ന് പറയുന്നത് 10 വർഷമാണ്. മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ് ഈസ് നെസസറി. മിനിമം ബാലൻസ് നമ്മൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് സേവിങ്സ് അക്കൗണ്ട് ഈസ് വെരി ലോ. ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്? കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഡെയിലി ബാലൻസ് ആൻഡ് ക്രെഡിറ്റഡ് ഓൺ ക്വാർട്ടർലി ബേസിസ്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെയിലി ബാലൻസിലാണ്. അത് ക്രെഡിറ്റ് ആവുന്നത് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് ക്വാർട്ടർലി ബേസിസിലാണ്. 2010 April 1 മുതലാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഡെയിലി ബേസിസിൽ നടക്കാൻ തുടങ്ങിയത്. അതിനു മുൻപ് മിനിമം ബാലൻസ് മെത്തേഡായിരുന്നു യൂസ് ചെയ്തിരുന്നത്. മിനിമം ബാലൻസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിലെ 10ാം തീയതി മുതൽ അവസാനത്തെ ദിവസം വരെ ആ ഒരു അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന മിനിമം ബാലൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡായിരുന്നു മിനിമം ബാലൻസ് മെത്തേഡ്. അതായിരുന്നു SB അക്കൗണ്ട് നേരത്തെ ഫോളോ ചെയ്തിരുന്നത്. ഇപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെയിലി ബേസിസിലാണ്.
സേവിങ്സ് ഡെപ്പോസിറ്റിൽ ക്രെഡിറ്റ് കാർഡ് അവൈലബിൾ ആണ്. അതുപോലെ ഒരാളെ നോമിനേറ്റ് ചെയ്യാം. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് ത്രിഫ്റ്റ്, അതായത് സേവിങ്സ് ഹാബിറ്റ് പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ മെയിൻ ഒബ്ജക്റ്റ്. അടുത്തത് കറൻറ്റ് അക്കൗണ്ട്. കറൻറ്റ് അക്കൗണ്ട് ഈസ് ഓൾസോ കോൾഡ് റണ്ണിങ് അക്കൗണ്ട്. റണ്ണിങ് അക്കൗണ്ട് എന്ന് പറയുന്നത് കറൻറ്റ് അക്കൗണ്ടാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് അലൗഡ് ഓൺ കറൻറ്റ് അക്കൗണ്ട്. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അനുവദിക്കുന്നത് ഏത് അക്കൗണ്ടിലാണ്? കറൻറ്റ് അക്കൗണ്ടിലാണ്. കറൻറ്റ് അക്കൗണ്ട് ക്യാൻ ബി ഓപ്പൺ ബൈ ട്രേഡേഴ്സാണ് കറൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അലൗ ചെയ്യുന്നത് കറൻറ്റ് അക്കൗണ്ടിലാണ്. കറൻറ്റ് അക്കൗണ്ട് ഈസ് എ ഫോം ഓഫ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ഇതൊരു ഡിമാൻഡ് ഡെപ്പോസിറ്റാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു, അതൊരു ടൈം ഡെപ്പോസിറ്റാണ്. ഒരു ഫിക്സഡ് ടൈമിന് ശേഷമാണ് ബാങ്ക് അത് പേ ചെയ്യേണ്ടത്. എന്നാൽ കറൻറ്റ് അക്കൗണ്ട് ഒരു ഡിമാൻഡ് ഡെപ്പോസിറ്റാണ്. എപ്പോൾ ആവശ്യപ്പെട്ടാലും ബാങ്ക് കസ്റ്റമർക്ക് ആ ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് കൊടുക്കണം. ബാങ്ക് ഡസ് നോട്ട് അലൗ എനി ഇൻട്രസ്റ്റ് ഓൺ കറൻറ്റ് അക്കൗണ്ട്. കറൻറ്റ് അക്കൗണ്ടിൽ ബാങ്ക് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇൻ കറൻറ്റ് അക്കൗണ്ട് നോ ലിമിറ്റേഷൻ ഈസ് ആപ്ലിക്കബിൾ ഫോർ ദ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ്. കറൻറ്റ് അക്കൗണ്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റാണ് നമ്പർ ഓഫ് ട്രാൻസാക്ഷന് ലിമിറ്റേഷൻ ഇല്ല. എത്ര വേണമെങ്കിലും ട്രാൻസാക്ഷൻസ് നടത്താം. ഇൻ കറൻറ്റ് അക്കൗണ്ട് നോ ലിമിറ്റേഷൻ ഈസ് ആപ്ലിക്കബിൾ ഫോർ ദ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ്. കറൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് റണ്ണിങ് അക്കൗണ്ടാണ്. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അലൗ ചെയ്യുന്നത് കറൻറ്റ് അക്കൗണ്ടിലാണ്. കറൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് മെയിൻലി ട്രേഡേഴ്സാണ്. കറൻറ്റ് അക്കൗണ്ട് ഒരു ഡിമാൻഡ് ഡെപ്പോസിറ്റാണ്. കറൻറ്റ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, എന്നാൽ ട്രാൻസാക്ഷൻസിന് ലിമിറ്റേഷൻ ഇല്ല എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. നോമിനേഷൻ ആൻഡ് ചെക്ക് ഫെസിലിറ്റി ഈസ് അവൈലബിൾ ഇൻ കറൻറ്റ് അക്കൗണ്ട്. കറൻറ്റ് അക്കൗണ്ടിന് നോമിനേഷനും ചെക്ക് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. അടുത്തത് റെക്കറിംഗ് അക്കൗണ്ട് ആണ്. റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഈസ് എ സ്പെസിഫിക് എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ബാങ്ക് ഓൺ മന്ത്ലി ബേസിസ് ഫോർ എ ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ആണ്. ഒരു ഫിക്സഡ് കാലത്തേക്കാണ്, ഒരു ഫിക്സഡ് ടൈമിലേക്കാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അത് മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. റെക്കറിംഗ് അക്കൗണ്ടും ഒരു ടൈം ലയബിലിറ്റിയാണ്. ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷമാണ് ബാങ്ക് ആ ഒരു എമൗണ്ട് പേ ചെയ്യേണ്ടത്. പിഗ്നി സ്കീം റെക്കറിംഗ് അക്കൗണ്ടിന് എക്സാമ്പിളാണ്. ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റിലാണ്. റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഈസ് എ സ്പെസിഫിക് എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ബാങ്ക് ഓൺ മന്ത്ലി ബേസിസ് ഫോർ എ ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് ഒരു നിശ്ചിത വർഷത്തേക്ക്, ഫോർ എക്സാമ്പിൾ ഒരു 5 വർഷത്തേക്ക് ഒരേ എമൗണ്ട് എല്ലാ മാസവും അടച്ചു പോകുന്നു. 5 വർഷത്തിന് ശേഷം ഇൻട്രസ്റ്റോടു കൂടി കസ്റ്റമർക്ക് ആ ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് കിട്ടുന്നതാണ്. ഇതും ഒരു ടൈം ലയബിലിറ്റിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 4 ഡെപ്പോസിറ്റുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അടുത്തത് BSBDA. BSBDA മീൻസ് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഇതൊരു സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടാണ്. എന്നാൽ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടിന് ചില പ്രത്യേകതകളുണ്ട്. ഇറ്റ് ഈസ് എ സീറോ ബാലൻസ് അക്കൗണ്ട്. മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം. എന്നാൽ BSBDAക്ക് ഇതൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ കൂടി മിനിമം ബാലൻസ് ആവശ്യമില്ല. ഇത് ഒരു സീറോ ബാലൻസ് അക്കൗണ്ടാണ്. 2005 RBI നോ ഫ്രിൽസ് അക്കൗണ്ട് ലോഞ്ച് ചെയ്തത്. 2012 RBI നോ ഫ്രിൽസ് അക്കൗണ്ടുകളെ റീപ്ലേസ് ചെയ്ത് BSBDA ആക്കി മാറ്റി. BSBDA മീൻസ് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഒരാൾക്ക് ഒരു ബാങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടും ഉണ്ടാവാൻ പാടില്ല. BSBDA ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓൾറെഡി ഉള്ള ഒരാളാണ് എങ്കിൽ BSBDA അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. ഫിക്സഡ് അക്കൗണ്ടോ റെക്കറിംഗ് അക്കൗണ്ടോ മെയിൻറ്റെയിൻ ചെയ്യാം, എന്നാൽ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. അടുത്തത് അപ്പർ മോണിറ്ററി ലിമിറ്റ് ഇൻ ദിസ് അക്കൗണ്ട് ഈസ് ₹50,000. BSBDA അക്കൗണ്ടിൽ എപ്പോഴും ബാലൻസ് 50,000-ൽ താഴെയായിരിക്കണം. 50,000-ഓ 50,000-ൽ താഴെയോ ആയിരിക്കണം ആ അക്കൗണ്ടിലെ ബാലൻസ്. 50,000-ൽ കൂടാൻ പാടില്ല. അപ്പർ ക്രെഡിറ്റ് ലിമിറ്റ് മെയിൻറ്റെയിൻഡ് ഇൻ ദിസ് അക്കൗണ്ട് ഈസ് ₹1 lakh. ഒരു വർഷത്തിൽ ഈ അക്കൗണ്ടിലേക്ക് വരുന്ന ഡെപ്പോസിറ്റ്
ടോട്ടൽ 1,00,000 കൂടാൻ പാടില്ല. ഇത് കൂടാതെ അപ്പർ മോണിറ്ററി വിത്ഡ്രോവൽ ലിമിറ്റ് ഡ്യൂറിങ് എ മന്ത് ഈസ് ₹10,000. ഒരു മാസം വിത്ഡ്രോ ചെയ്യാവുന്ന പരമാവധി എമൗണ്ട് 10,000 രൂപയാണ്. അപ്പർ മോണിറ്ററി വിത്ഡ്രോവൽ ലിമിറ്റ് ഡ്യൂറിങ് എ മന്ത് ഈസ് ₹10,000. അലൗ മാക്സിമം ഓഫ് 4 വിത്ഡ്രോവൽസ് ഇൻ എ മന്ത് വിത്ത് നോ ചാർജസ്. ചാർജസ് ഇല്ലാതെ 4 വിത്ഡ്രോവൽ മാത്രമാണ് ഒരു മാസം അനുവദിച്ചിട്ടുള്ളത്. അതിനുശേഷം ചാർജ് ഈടാക്കും. മാക്സിമം വിത്ഡ്രോവൽ ലിമിറ്റ് ഒരു മാസം 10,000 രൂപയാണ്. ഇത്രയും കാര്യങ്ങളാണ് BSBD അക്കൗണ്ടിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇതൊരു സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടാണ്. പക്ഷേ മിനിമം ബാലൻസ് വേണ്ട, സീറോ ബാലൻസ് അക്കൗണ്ടാണ്. കാർഡ് ഹോൾഡർക്ക് പാസ്ബുക്കും ATMും ഡെബിറ്റ് കാർഡും എല്ലാം ബാങ്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉള്ള ഒരാൾക്ക് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. ഇനി BSBD അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉള്ള ഒരാളാണ് എങ്കിൽ അത് 30 ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്യണം. അപ്പർ മോണിറ്ററി ലിമിറ്റ് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. BSBD അക്കൗണ്ടിൽ എപ്പോഴും ബാലൻസ് 50,000-50,000 50,000 താഴെയോ ആയിരിക്കണം. ഒരു വർഷം ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് 1,00,000 കൂടരുത്. അപ്പർ മോണിറ്ററി വിത്ഡ്രോവൽ ലിമിറ്റ് ഒരു മാസം 10,000 രൂപയാണ്. അടുത്തത് കാസ, കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്. കാസ മീൻസ് കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിനെയും സേവിങ്സ് അക്കൗണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അക്കൗണ്ടാണിത്. കറണ്ട് അക്കൗണ്ടിൻ്റെയും സേവിങ്സ് അക്കൗണ്ടിൻ്റെയും ബെനിഫിറ്റ് ഈ ഒരു അക്കൗണ്ടിന് കിട്ടും. കറണ്ട് അക്കൗണ്ടിൽ നമുക്കറിയാം ട്രാൻസാക്ഷൻസിന് ലിമിറ്റ് ഇല്ല. സേവിങ്സ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ട് അക്കൗണ്ടിൻ്റെയും ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് കാസ ഡെപ്പോസിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കറണ്ട് അക്കൗണ്ടിന് ഇൻട്രസ്റ്റ് ഇല്ല, സേവിങ്സ് അക്കൗണ്ടിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോലും കുറവാണ്. അതുകൊണ്ടാണ് ഈ കാസ ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് എന്നറിയപ്പെടുന്നത്. കാസ ഡെപ്പോസിറ്റ് ആർ ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ്. നമുക്കറിയാം കറണ്ട് അക്കൗണ്ടും സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ടും ഡിമാൻഡ് ഡെപ്പോസിറ്റുകളാണ്. അതുകൊണ്ട് കാസ കോമ്പിനേഷൻ ഓഫ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് നോൺ ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നു. അടുത്തത് ഫ്ലെക്സി ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെയും സേവിങ്സ് ഡെപ്പോസിറ്റിൻ്റെയും കോമ്പിനേഷനാണ്. കോമ്പിനേഷൻ ഓഫ് ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ടൈം ഡെപ്പോസിറ്റാണ്, സേവിങ്സ് ഡെപ്പോസിറ്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റാണ്. അതുകൊണ്ട് ഫ്ലെക്സി അക്കൗണ്ടിനെ കോമ്പിനേഷൻ ഓഫ് ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നു. ഫിക്സഡ് ഡെപ്പോസിറ്റിന് നമുക്കറിയാം ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. സേവിങ്സ് ഡെപ്പോസിറ്റിൽ നിന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിത്ഡ്രോ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഫ്ലെക്സി ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും വിത്ഡ്രോ ചെയ്യുകയും ചെയ്യാം, ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുകയും ചെയ്യും. സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യുന്ന ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടാണ് ഫ്ലെക്സി ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരാറ്: ഡാഷ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ഉത്തരം ഫ്ലെക്സി ഡെപ്പോസിറ്റ്. അടുത്തത് നോസ്ട്രോ, വോസ്ട്രോ, ലോറോ അക്കൗണ്ട്. ഇത് മൂന്നും ഒന്നിച്ച് പഠിക്കാം. നോസ്ട്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബാങ്ക് ഫോറിൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെയാണ് നോസ്ട്രോ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഏത് രാജ്യത്തെ ബാങ്കിലാണോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ കറൻസിയിലായിരിക്കും ആ ഒരു അക്കൗണ്ട് ഉണ്ടാവുക. ഇന്ത്യൻ ബാങ്ക് ഫോറിൻ കൺട്രീസിൽ പോയി ആ രാജ്യത്തിൻ്റെ കറൻസിയിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് നോസ്ട്രോ അക്കൗണ്ട് എന്ന് പറയുന്നത്. അടുത്തത് വോസ്ട്രോ അക്കൗണ്ടാണ്. ഫോറിൻ ബാങ്ക് ഓപ്പൺ ആൻ അക്കൗണ്ട് ഇൻ ഇന്ത്യൻ ബാങ്ക് ഈസ് നോൺ ആസ് വോസ്ട്രോ അക്കൗണ്ട്. ഇന്ത്യൻ ബാങ്കിൽ ഫോറിൻ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു അക്കൗണ്ടിന് പറയുന്ന പേരാണ് വോസ്ട്രോ അക്കൗണ്ട്. ആദ്യം പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ്. മൂന്നാമത്തേത് ലോറോ അക്കൗണ്ട്. ഇറ്റ് ഈസ് ആൻ അക്കൗണ്ട് ഹെൽഡ് ബൈ എ സെക്കൻഡ് ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് എ തേർഡ് പാർട്ടി. ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു മൂന്നാമതൊരു ബാങ്കിന് വേണ്ടി ഒരു ബാങ്ക് ഫോറിൻ കൺട്രീസിൽ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു അക്കൗണ്ടിന് പറയുന്ന പേരാണ് ലോറോ അക്കൗണ്ട്. ഫോർ എക്സാമ്പിൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ഫോറിൻ കൺട്രീസിൽ ഫോറിൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആ ഒരു അക്കൗണ്ടിന് പറയുന്ന പേര് നോസ്ട്രോ എന്നാണ്. എന്നാൽ ഇതേ അക്കൗണ്ട് ത്രൂ വേറൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് ലോറോ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി
ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആ അക്കൗണ്ടിന് പറയുന്നത് ലോറോ അക്കൗണ്ട് എന്നാണ്. ഈ 3 അക്കൗണ്ടുകളും ഇൻ്റർനാഷണൽ കറണ്ട് അക്കൗണ്ടുകളാണ്. 3 തരത്തിലുള്ള ഇൻ്റർനാഷണൽ കറണ്ട് അക്കൗണ്ടുകളുണ്ട്. നോസ്ട്രോ അക്കൗണ്ട്, വോസ്ട്രോ അക്കൗണ്ട്, ലോറോ അക്കൗണ്ട്. നോസ്ട്രോ എന്ന വാക്കിനർത്ഥം ഔർ മണി വിത്ത് യു എന്നാണ്. വോസ്ട്രോ വാക്കിൻ്റെ അർത്ഥം യുവർ മണി വിത്ത് അസ്. ലോറോ എന്ന വാക്കിൻ്റെ അർത്ഥം ദെയർ മണി എന്നാണ്. നോസ്ട്രോ അക്കൗണ്ട് മീൻസ് Indian bank open an account in foreign bank is known as Nostro account. Foreign bank open an account in Indian bank is known as Vostro account. Vostro means your money with us. Loro account is an account held by a second bank on behalf of a third party. Loro means their money. അടുത്തത് ഇനാക്റ്റീവ്, ഇനോപ്പറേറ്റീവ്, അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഇത് 3 ഒന്നിച്ച് പഠിക്കാം. ഇനാക്റ്റീവ് അക്കൗണ്ട്. ഒരു അക്കൗണ്ടിൽ ലാസ്റ്റ് 12 മന്ത്സ് ഒരു ട്രാൻസാക്ഷനും നടന്നിട്ടില്ലെങ്കിൽ അത്തരം അക്കൗണ്ടുകൾ ഇനാക്റ്റീവ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. ഒരു അക്കൗണ്ടിൽ ലാസ്റ്റ് 12 മന്ത്സ് ഒരു ട്രാൻസാക്ഷനും നടന്നിട്ടില്ലെങ്കിൽ അത്തരം അക്കൗണ്ടുകൾ ഇനാക്റ്റീവ് അക്കൗണ്ട് എന്ന കാറ്റഗറിയിൽ വരും. രണ്ടാമത്തേത് ഇനോപ്പറേറ്റീവ് ഓർ ഡോർമെൻറ്റ് അക്കൗണ്ട്. ഇനോപ്പറേറ്റീവ് അക്കൗണ്ടിൻ്റെ മറ്റൊരു പേരാണ് ഡോർമെൻറ്റ് അക്കൗണ്ട്. ഒരു അക്കൗണ്ടിൽ ലാസ്റ്റ് 24 മന്ത്സ് ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടില്ലെങ്കിൽ അത്തരം അക്കൗണ്ടുകൾ ഇനോപ്പറേറ്റീവ് അല്ലെങ്കിൽ ഡോർമെൻറ്റ് അക്കൗണ്ടുകളാണ്. ലാസ്റ്റ് 24 മന്ത്സ് ഒരു ട്രാൻസാക്ഷനും നടന്നിട്ടില്ല എങ്കിൽ അത്തരം അക്കൗണ്ടുകളെ ഇനോപ്പറേറ്റീവ് അല്ലെങ്കിൽ ഡോർമെൻറ്റ് അക്കൗണ്ട് എന്ന കാറ്റഗറിയിലേക്കാണ് ഉൾപ്പെടുത്തുന്നത്. മൂന്നാമത്തേത് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. അക്കൗണ്ട് വിത്ത് നോ ട്രാൻസാക്ഷൻസ് ഇൻ ലാസ്റ്റ് 10 ഇയേഴ്സ്. ലാസ്റ്റ് 10 ഇയേഴ്സിൽ ഒരു ട്രാൻസാക്ഷനും ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ പോലും നടന്നിട്ടില്ല എങ്കിൽ അത്തരം അക്കൗണ്ടുകളെ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന കാറ്റഗറിയിലേക്ക് പെടുത്തും. അതിനുശേഷം സച്ച് ആൻ അക്കൗണ്ട് ട്രാൻസ്ഫേർഡ് ടു ഡഫ് അക്കൗണ്ട്. അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന കാറ്റഗറിയിൽ നിന്നും അവസാനം ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡഫ് അക്കൗണ്ടിലേക്കാണ്. അപ്പം 3 അക്കൗണ്ടുകൾ നമ്മൾ പഠിച്ചു. ഇനാക്റ്റീവ്, ഇനോപ്പറേറ്റീവ് ഓർ ഡോർമെൻറ്റ്, അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്. ഇനാക്റ്റീവ് അക്കൗണ്ട് മീൻസ് അക്കൗണ്ട് വിത്ത് നോ ട്രാൻസാക്ഷൻസ് ഇൻ ലാസ്റ്റ് 12 മന്ത്സ്. ഇനോപ്പറേറ്റീവ് ഓർ ഡോർമെൻറ്റ് അക്കൗണ്ട് മീൻസ് അക്കൗണ്ട് വിത്ത് നോ സിംഗിൾ ട്രാൻസാക്ഷൻസ് ഇൻ ലാസ്റ്റ് 24 മന്ത്സ്. അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് മീൻസ് an account with no transaction in last 10 years. അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ട്രാൻസ്ഫർ ടു ഡഫ് അക്കൗണ്ട്. അടുത്തത് ഡിമാറ്റ് അക്കൗണ്ട്. ഡിമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ടിൻ്റെ ഷോർട്ട് ഫോമാണ് ഡിമാറ്റ് അക്കൗണ്ട്. ഷെയർസ്, സെക്യൂരിറ്റീസ് എല്ലാം പർച്ചേസ് ചെയ്യുകയും സെയിൽ ചെയ്യുകയും ഹോൾഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഡിമാറ്റ് അക്കൗണ്ട് വഴിയാണ്. ഇറ്റ് അലൗസ് ടു ഹോൾഡ് കമ്പനി ഷെയർസ് ആൻഡ് സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക്കലി. ഷെയർസ് വാങ്ങി സൂക്ഷിക്കുന്നതിനും ട്രാൻസ്ഫർ ചെയ്യുന്നതിനും, ഇലക്ട്രോണിക്കലി ഹെൽഡ് ചെയ്യുന്നതിനും ട്രാൻസ്ഫർ ചെയ്യുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട്. 1996 ഡെപ്പോസിറ്ററീസ് ആക്ട് പ്രകാരമാണ് സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക്കലി ഹെൽഡ് ചെയ്യുകയും വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇന്ത്യയിൽ ഡിമാറ്റ് അക്കൗണ്ട് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന 2 സ്ഥാപനങ്ങളുണ്ട്, CDSL-ഉം NSDL-ഉം. CDSL means Central Depository Services of India Limited. NSDL National Securities Depository Limited. ഈ സ്ഥാപനങ്ങൾക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർമീഡിയറീസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊമേഴ്സ്യൽ ബാങ്കുകളാണ്. ഡിമാറ്റ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട മറ്റൊരു അക്കൗണ്ടാണ് ASBA, ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് അക്കൗണ്ട്. അതായത് കമ്പനികൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് നടത്തുന്നതിനുള്ള ഒരു ആൾട്ടർനേറ്റീവ് മോഡിനെയാണ് ASBA അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ടിൽ ക്യാഷ് ആപ്ലിക്കൻറ്റിൻ്റെ പേരിലാണ് ഉണ്ടാവുക. ഷെയറിൻ്റെ ഫൈനൽ അലോട്ട്മെൻറ്റ് നടത്തുന്നത് വരെ ഫൈനൽ അലോട്ട്മെൻറ്റിന് ശേഷം പണം ഇഷ്യൂയിങ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഡെപ്പോസിറ്റുകളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്